ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പോൾ ഇന്നത്തെ വിശേഷവും പ്രമോയൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണല്ലേ, നാളെ എന്താണ് സംഭവിക്കാൻ പോവുക. അപ്പോൾ നാളെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെയും കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ രേവതി ആ ഒരു സത്യം അറിയാൻ പോവുകയാണ്. അപ്പോൾ രേവതി സത്യം അറിയുന്നു. രേവതി സത്യം അറിഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും രേവതിയുടെ അവസ്ഥ? കാരണം അത്രമാത്രം സച്ചിനെ കുറ്റപ്പെടുത്തി സംസാരിച്ച നമ്മുടെ രേവതി സത്യത്തിൽ ഉരുകിയില്ലാതായി പോകും. കാരണം അതങ്ങനെയാണ്, നമ്മളൊരാളെ കുറ്റപ്പെടുത്തിയിട്ട് അത് അയാൾ ചെയ്ത കുറ്റമല്ല, നമ്മുടെ തെറ്റിദ്ധാരണയാണെന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരവസ്ഥ രേവതിക്ക് അത് വലിയൊരു എന്താ പറയുക, ഒരു മാറ്റം തന്നെയാണ് രേവതിയിൽ സൃഷ്ടിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി വീട് വിട്ട് ഇറങ്ങി പോവുകയാണ്. കാരണം രേവതിക്ക് അത്രമാത്രം ദേഷ്യം വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞ് ഒരു സമാധാന വാക്ക് അമ്മ പറയുന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ നമ്മുടെ ലക്ഷ്മി ഒരു സമാധാന വാക്കും പറഞ്ഞില്ല. ലക്ഷ്മി പറഞ്ഞു, മോൾ അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുക എന്നല്ല, സച്ചി നല്ലതാണ്, സച്ചി എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കാം അത് കൊണ്ടുപോയി പണയം വെച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു. ലക്ഷ്മി പറഞ്ഞതും കറക്റ്റ് തന്നെയാണ്. ഒരു അത്യാവശ്യ കാര്യത്തിന് തന്നെയാണ് നമ്മുടെ സച്ചി അത് കൊണ്ടുപോയി പണയം വെച്ചത്. പക്ഷേ നമ്മുടെ രേവതിക്ക് അവിടെ നിന്ന് കിട്ടിയ ആ ഒരു വാക്കുകളൊക്കെ ഒത്തിരി വേദന ഉണ്ടാക്കുന്നതായിരുന്നു. വേണ്ട, എന്നെ ആരും ഒന്നും പറയണ്ട, എനിക്ക് ആരുമില്ല, ഞാൻ ഒരു അനാഥ തന്നെയാണ് ഇപ്പം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുധീനെയാണ്. അപ്പോൾ സുധി ആണെങ്കിൽ ഇങ്ങനെ അതും ഇതുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമെന്ന്, അത് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല, അതിൻ്റെ ടെൻഷനിലൊക്കെയാണ്. വീട്ടിലെല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ, ഒരു കല്യാണം വന്നു, അതിങ്ങനെയും ആയി തീർന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, മുന്നിൽ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം ആ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതി വിളിക്കുന്നത്. അപ്പോൾ ശ്രുതി വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഞാൻ ശ്രുതിയാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എന്താ താനിപ്പോൾ വിളിച്ചത്? ഹേയ്, ഞാൻ വിളിച്ചത് ഒരു താങ്ക്സ് പറയാനാന്ന് പറഞ്ഞു. താങ്ക്സോ? എന്തിനാ താങ്ക്സ് പറയുന്നത്? അത് അന്ന് എൻ്റെ കൂടെ ഹസ്ബൻഡായിട്ട് വന്നില്ലേ, അന്ന് ഹസ്ബൻഡായിട്ട് വരികയും അതുപോലെ തന്നെ നമുക്ക് തന്നെ പ്രൈസ് കിട്ടുകയൊക്കെ ചെയ്തില്ലേ, അതിന് താൻ അവിടെ വെച്ച് എന്നോട് താങ്ക്സ് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഇനി വിളിച്ചൊരു താങ്ക്സ്? അത് പിന്നെ നമുക്ക് താങ്ക്സ് പറയാൻ തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ താങ്ക്സ് പറയണം, അതുപോലെ സോറിയൊക്കെ പറയാൻ തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ അത് പറയണം, അത് വെച്ചോണ്ടിരിക്കാൻ പാടില്ല. ഓഹോ, അങ്ങനെയാണോ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശ്രുതിയോട്, ഒരു സ്ഥലം വരെ വരാൻ പറ്റുമോ? ഇനിയും പല നാടകങ്ങളൊക്കെ ഉണ്ടോ? അല്ല, അന്നൊരു നാടകമായിരുന്നല്ലോ. നാടകത്തിനൊന്നുമല്ല, ഏതായാലും താൻ എനിക്ക് വലിയൊരു ഉപകാരമാണ് ചെയ്തു തന്നത്. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ ആ മാനേജർ എന്നെ പഴയ രീതി പോലെ നോക്കാറൊന്നുമില്ല. കാരണം ഞാൻ വിവാഹം കഴിഞ്ഞതാണെന്നും എനിക്കൊരു ജെൻറ്റിൽമാനായ ഹസ്ബൻഡ് ഉണ്ടെന്നും ഒക്കെ അറിഞ്ഞതിൽ പിന്നെ അയാളിപ്പോൾ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അത് ശ്രുതി കാരണമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്, ആ ഒരു ഗിഫ്റ്റ് തരാനാന്ന് പറഞ്ഞപ്പോൾ ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? അത് എന്തും ആയിക്കോട്ടെ, അല്ല ശ്രുതിക്ക് വരാൻ പറ്റുമെങ്കിൽ ഒന്ന് വരായിരുന്നു. സമയമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ സമയം ഇഷ്ടം പോലെ കിടക്കുകയല്ലേ, അല്ലെങ്കിൽ ഞാനിവിടെ ചുമ്മാ ഇരുന്ന് ബോറടിക്കുകയായിരുന്നു. മനസ്സിൽ പല പല വിഷമങ്ങളുണ്ട്, ഏതായാലും സംസാരിക്കാൻ ഒരാളെ കിട്ടിയില്ലോ, ഞാൻ വരാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ആര്? നമ്മുടെ ശ്രുതി. എന്നിട്ട് ശ്രുതി കോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ശ്രുതി ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നു. ശ്രുതിയുടെ മനസ്സിൽ നിറയെ ശ്രുതിയോടുള്ള സ്നേഹവും അതുപോലെ തന്നെ ആ വീട്ടിൽ കയറി പറ്റണം, ചന്ദ്രയുടെ മരുമകളാകണം എന്ന ഒരു ചിന്തയുമൊക്കെ പൂവിട്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നമ്മുടെ ശ്രുതിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് നേരെ പോകാൻ തുടങ്ങി. ഈ സമയം കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനെയാണ്. അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ വഴി കൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ആ ഒരു കൂട്ടുകാരനുണ്ടല്ലോ, പൈസ വന്ന് ചോദിച്ചില്ലായിരുന്നു, ഒരു കൂട്ടുകാരന് ഭാര്യയ്ക്ക് ശകലം പ്രശ്നങ്ങളൊക്കെയാണ്, അപ്പോൾ ഒരു ഓപ്പറേഷൻ നടത്താൻ പൈസയൊന്നും കയ്യിലില്ല എന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ്റെ കൂടെ ജോലി ചെയ്ത ആ ഒരു കൂട്ടുകാരനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോ വിശേഷങ്ങളൊക്കെ തിരക്കിട്ടോ. അപ്പോൾ രവീന്ദ്രൻ ആദ്യം ചോദിച്ചത് തൻ്റെ വൈഫിന് എങ്ങനെയുണ്ട് എന്നാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, വൈഫിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, വൈഫിനിപ്പം പ്രശ്നമൊന്നുമില്ല, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. പൈസയൊക്കെ റെഡിയായിരുന്നോ? പൈസയൊക്കെ റെഡിയായിരുന്നു, അതുകൊണ്ടാണല്ലോ ഓപ്പറേഷൻ കഴിഞ്ഞത്. എനിക്ക് തന്നെ കാണുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എന്തോ പോലെയാ, തൻ്റെ മുഖത്ത് പോലും നോക്കാൻ എനിക്ക് തോന്നുന്നില്ല. താൻ എന്നോട് പൈസ ചോദിച്ച ആ ഒരു സമയത്ത് എൻ്റെ കയ്യിൽ പൈസ എടുക്കാനില്ലായിരുന്നു. അതൊന്നും സാരമില്ലടോ, അതിനിപ്പോൾ എന്താ, തൻ്റെ അവസ്ഥ എനിക്കറിയാലോ.
താൻ സഹായിക്കാത്തത് തൻ്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട് തന്നെയാണെന്ന് എനിക്കറിയാം. പൈസ ഉണ്ടെങ്കിൽ താൻ സഹായിക്കുമല്ലോ, എനിക്ക് സ്വഭാവം അറിയാമല്ലോ. പിന്നെ താൻ എന്തിനാടോ വിഷമിക്കുന്നത്? അല്ല, താൻ എന്തോ വലിയ ടെൻഷനിലൊക്കെ ആണെന്ന് തോന്നുന്നല്ലോ. തൻ്റെ മുഖം കണ്ടിട്ട് എന്തോ വലിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്ത് ചെയ്യാനാ, റിട്ടയർഡൊക്കെ ആയിക്കഴിഞ്ഞ് സമാധാനത്തോടെ ജീവിക്കാമെന്നൊക്കെ ഓർത്തതാടോ. പക്ഷെ എന്ത് ചെയ്യാൻ, മക്കൾ കാരണം സത്യത്തിൽ ഇപ്പം മനസ്സമാധാനമില്ല. അതെന്താ മക്കൾ കാരണം സമാധാനമില്ലാത്തത്? സച്ചിയുടെ ജീവിതം അതോർക്കുമ്പോഴേ സത്യത്തിൽ തലയ്ക്ക് എന്തോ ഭ്രാന്ത് പിടിക്കുക. സച്ചിനെക്കുറിച്ചായിരുന്നല്ലോടോ തൻ്റെ പ്രതീക്ഷ മുഴുവൻ. സച്ചി ആയിരുന്നല്ലോ തൻ്റെ കൈക്കരുത്ത്. അതൊക്കെ ശരിയാണ്. പക്ഷേ സച്ചിയുടെ കുടുംബജീവിതം അത്രയ്ക്ക് നല്ലതൊന്നുമല്ല. സച്ചിക്ക് കിട്ടിയത് ഒരു നല്ല പെൺകുട്ടീനെ തന്നെയാണ്. അറിയാമല്ലോ സാഹചര്യങ്ങളൊക്കെ. ഏതായാലും സച്ചിക്ക് അവളെ കിട്ടിയത് ഞങ്ങളുടെയൊക്കെ ഭാഗ്യമാണെന്നാണ് ഞങ്ങൾ കരുതിയിരിക്കുന്നത്. പക്ഷേ സച്ചി തൻ്റെ ജീവിതം തൊലച്ച് കളയുമെന്ന് എനിക്ക് പേടിയാ. അതെന്താടോ താനിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞത്? അവൻ നല്ലവനാടാ. അവൻ നല്ലൊരു മനുഷ്യനാ, നല്ലൊരു മനസ്സിനുടമയാ. അവൻ നല്ലൊരു മനസ്സിനുടമയാ, അതൊക്കെ ശരിയാ. പക്ഷേ കുടുംബജീവിതം, കുടുംബത്തിൽ എങ്ങനെ ജീവിക്കണം, ഭാര്യനെ എങ്ങനെ നോക്കണം, സ്നേഹിക്കണം എന്നൊന്നും അവനറിയില്ല. അതൊക്കെ തനിക്ക് തോന്നുന്നതാടോ. കാരണം അവരുടെ വിവാഹം അങ്ങനെയല്ലായിരുന്നോ? എടുത്തു ചാടി പിടിച്ചുള്ളൊരു വിവാഹം. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാകും. അല്ല, ഇപ്പം എന്താ പ്രശ്നം? പ്രശ്നം ഇപ്പം റോഡിലും അറിഞ്ഞു, നാട്ടുകാരും അറിഞ്ഞു. എന്തൊക്കെയാണ് താനീ പറയുന്നത്? കുറച്ച് പ്രശ്നമാടോ. അല്ല, നമ്മുടെ രേവതിയുടെ വീട്ടുകാരെ അവിടെ വിരുന്നിന് ചെന്നപ്പം ഒരു മാല കൊടുത്തായിരുന്നു. ആ മാല സച്ചി കൊണ്ടുപോയി പണയം വെച്ചു. അതിനെ ചൊല്ലി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. ലാസ്റ്റ് നാട്ടുകാരൊക്കെ അറിഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ ആ ഒരു കൂട്ടുകാരനൊന്ന് ഞെട്ടി കേട്ടോ. ഞെട്ടിയിട്ട് താൻ എന്താ പറഞ്ഞത്? മാല പണയം വെച്ചെന്നോ? സച്ചി മാല കൊണ്ട് പണയം വെച്ചു. അതെന്തിനാണോ? രേവതി പറയുന്നത് കള്ളു കുടിച്ച് കൂത്താടാൻ വേണ്ടിയാണെന്നാ. അതിനെ ചൊല്ലിയ അവിടെ അത്രയും വഴക്കുണ്ടായത്. അപ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു, അങ്ങനെയൊന്നും അല്ലായിരിക്കും, അവൻ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും പണയം വെച്ചിട്ടുണ്ടാവുക, ഒരിക്കലും അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് രവീന്ദ്രൻ, അതെങ്ങനെ തനിക്കറിയാം? അല്ല, അവൻ നല്ലൊരു മനസ്സിനുടമയാണെന്ന് എനിക്കറിയാമല്ലോ. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞതാ. താൻ അവനെ വിഷമിപ്പിക്കല്ലേ. അവൻ സത്യത്തിൽ അങ്ങനെയൊന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല. അവൻ നല്ലൊരു സ്വഭാവമുള്ള ഒരു ചെക്കൻ തന്നെയാണ്. അവൻ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൻ എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിലും അത് പണയം വെച്ചിട്ടുണ്ടായിരിക്കുക. അങ്ങനെയും ചിന്തിക്കാമല്ലോ. അങ്ങനെയും ചിന്തിക്കാടോ. പക്ഷേ രേവതി അത് ചിന്തിക്കുന്നില്ലല്ലോ. രേവതിയുടെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവൻ രേവതിയോട് അതുപോലെയാണ് പെരുമാറുന്നത്. പിന്നെ എങ്ങനെയാ ആ കുട്ടിക്ക് അവനോട് സ്നേഹം ഉണ്ടാകുക? അതൊക്കെ പോട്ടെ. താനിപ്പം വിഷമമായിട്ട് തൻ്റെ മനസ്സ് ഉരുകി നടക്കുകയല്ലേ. അതിൻ്റെ കൂടെ എൻ്റെ വിഷമവും കൂടെ കേട്ട് താൻ വെറുതെ വേദനിക്കണ്ട. തൻ്റെ വൈഫിനെ കാണാൻ ഞാൻ ഒരു ദിവസം വരുന്നുണ്ട് കേട്ടോ. ഏതായാലും ഹോസ്പിറ്റലിൽ വരാൻ പറ്റിയില്ല എനിക്ക്. ഞാൻ വീട്ടിലൊരു ദിവസം വന്ന് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ്. ഏതായാലും രവീന്ദ്രൻ പോയി കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ കൂട്ടുകാരന് പറയാൻ പറ്റുന്നില്ല, പറയാൻ പേടി. ഇനിയിപ്പം സച്ചി ഇവന് വേണ്ടി, അതായത് ഈ കൂട്ടുകാരന് വേണ്ടി പൈസ കൊടുത്താന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അതിലും വലിയ പ്രശ്നമാകുമോ എന്നൊരു ചെറിയ ഭയമുണ്ട്. ആ ഒരു ഉൾപ്പേടി കൊണ്ടാണ് ആ കൂട്ടുകാരന് ഒന്നും പറയാത്തത്. അപ്പോൾ ഇതേ സമയം വീണ്ടും കാണിക്കുന്നത് നമ്മുടെ സുധീനെയും ശ്രുതിനെയാണ്. അപ്പോൾ ശ്രുതിയും കൂടെ ഇങ്ങനെ ബൈക്കിൽ പൊയ്ക്കൊണ്ടിരിക്കും. ബൈക്കല്ല, സ്കൂട്ടിയിൽ, നമ്മുടെ ശ്രുതിയുടെ സ്കൂട്ടി ഉണ്ടല്ലോ, അതിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുധിയാണ് സ്കൂട്ടി ഓടിക്കണത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സുധി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇതുവരെ എത്താറായില്ലേ? താൻ എവിടെയാണ് പോകുന്നത്? എത്താറായി. ഏതായാലും ഇങ്ങനെ എന്തോ വണ്ടിയിലിരുന്ന് ഇങ്ങനെ സുധിയുടെ പുറകിലിരുന്ന് പോകുമ്പം എന്തോ ഒരു വല്ലാത്ത ഫീല് പോലെ തോന്നുക, എന്തോ ഒരു രസം പോലെ തോന്നുക. അതുകൊണ്ട് കുറച്ചും കൂടെ അങ്ങ് പോകാൻ പറയുമ്പം സത്യത്തിൽ ഞാൻ മടുത്തടോ. സത്യത്തിൽ ദാഹിക്കാനും തുടങ്ങിയിട്ടുണ്ട്. എവിടെയെങ്കിലും കുറച്ച് കോഫിയൊക്കെ കുടിച്ചിട്ട് നമുക്കങ്ങ് പോയാലോ? ദാഹിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് കോഫിയാണോ കുടിക്കണത്? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ? കുഴപ്പമില്ല, ഒരു ഐസ്ക്രീം കഴിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ടൊരു ഐസ്ക്രീം പാർലറിൻ്റെ അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് ഇവരകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവിടെയാണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരി ഉണ്ടല്ലോ, റൂംമേറ്റിനെ കണ്ടു. അപ്പോൾ റൂംമേറ്റിനെ കണ്ട ഉടനെ തന്നെ ശ്രുതി, ഇതാരാന്നറിയാമോ? ഇതെൻ്റെ റൂംമേറ്റാ ശ്രുതി എന്നിങ്ങനെ ശ്രുതി പറയുകയാണ്. അങ്ങനെ ശ്രുതി ഇങ്ങനെ പരിചയപ്പെടുത്തുക, ഇതെൻ്റെ റൂംമേറ്റാണ്, ഇതാ ശ്രുതി എന്നൊക്കെ പറയുന്നു. ശ്രുതിയെക്കുറിച്ച് ഏത് നേരം പറയാനേ പെണ്ണിനിപ്പം നേരമുള്ളൂ. ഏതായാലും കണ്ടത് നന്നായി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, ഇവളെൻ്റെ റൂംമേറ്റ് ആണെങ്കിലും എൻ്റെ സിസ്റ്ററിനെ പോലെ ആട്ടോ എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു റൂംമേറ്റ് പറഞ്ഞു, സിസ്റ്ററിനെ പോലെയാ, പക്ഷേ ഇവളെക്കാളും ഇളയതാട്ടോ ഞാൻ.
അതുകൊണ്ട് എന്നെ ചേച്ചിന്നൊന്നും വിളിക്കുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് അവർ തമ്മിൽ ഇങ്ങനെ കുറച്ച് നേരം സംസാരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അതെ ഞാൻ ഐസ്ക്രീം ഓർഡർ ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഏത് ഫ്ലേവറാണ് വേണ്ടത് എന്ന കൂട്ടുകാർ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയും കൂടെ ഒരുമിച്ച് പിസ്ത എന്ന് പറഞ്ഞു കേട്ടോ. പെട്ടെന്ന് അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങനെ പിസ്ത എന്ന് പറഞ്ഞു. അപ്പം ശ്രുതിക്കും അതാണോ ഇഷ്ടം എന്നിങ്ങനെ ശ്രുതി ചോദിച്ചപ്പോഴത്തേക്കും അതെ എനിക്കതാ ഇഷ്ടം, ശ്രുതിക്കും അതാണോ ഇഷ്ടം, അതെ എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. ഏതായാലും നമ്മൾ എന്തൊക്കെയോ കൊണ്ട് വലിയ സാമ്യമുണ്ട് കേട്ടോ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പരസ്പരം ഓരോ കാര്യങ്ങളൊക്കെ ഇഷ്ടമാകുന്നത്. അന്ന് കോമ്പറ്റീഷൻ നടന്നപ്പോഴും നമ്മൾ എഴുതിയതൊക്കെ കറക്റ്റ് അല്ലായിരുന്നോ? എന്തോ എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. നമുക്ക് ഏതായാലും ഐസ്ക്രീം കഴിച്ചിട്ട് ഇനി സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടുകാരി ഐസ്ക്രീമൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കും കൂട്ടുകാരിയോട് ശ്രുതി പറയുകയാണ്, അതെ ഇനിയിപ്പം നീ ഇവിടെ നിൽക്കണ്ട, നിനക്ക് കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളൊക്കെയാണെന്നല്ലേ പറഞ്ഞത്, നീ പൊക്കോ, ഞങ്ങൾ രണ്ടും കുറച്ച് സംസാരിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും ആയിക്കോട്ടെ, നിങ്ങളുടെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഞാൻ ഏതായാലും നിൽക്കുന്നില്ല, സ്വർഗത്തിലെ കട്ടുറുമ്പാകാൻ ഞാനില്ലേ, ഞാൻ പോയേക്കാമേ എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരി അങ്ങ് പോയി. ഏതായാലും ഇവർ അവിടെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിക്കുന്നു. അതിനിടയിൽ സംസാരിക്കുകയും സെയിം പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവർ പിസ്തയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയാണ് ഒരു പിച്ച് കൊടുത്തിട്ട് സെയിം പിച്ച് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ വേദന എടുത്തിട്ട് അയ്യോ ഇങ്ങനെ ഞുള്ളല്ലേ വേദനിക്കുന്നതെന്ന് പറഞ്ഞപ്പം ചെറിയൊരു ഞുള്ളു പോലും താങ്ങാൻ പറ്റില്ലേ, ആരോഗ്യക്കുറവാണല്ലേ, അമ്മ ആറ്റുനോറ്റ് വളർത്തിയ പൊന്നോമന പുത്രനായോണ്ടായിരിക്കും ഇത്ര ആരോഗ്യക്കുറവ്. അതേ ഇങ്ങനെ വെറുതെ സാമ്പാറും ഒക്കെ മാത്രം കഴിച്ചാൽ പോരാ, നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിക്കണം. അല്ലാതെ ഈ സാമ്പാറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ വലിയ ആരോഗ്യമൊന്നും ഉണ്ടാവില്ല. നല്ല ചിക്കനും മട്ടനും ബീഫും ഒക്കെ മേടിച്ച് കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഇവരിങ്ങനെ നടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവരുടെ സംസാരത്തിനിടയിൽ ഇവരുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്, മനസ്സൊക്കെ ഇങ്ങനെ തുറക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ ജോലിയുടെ കാര്യങ്ങളും ഇപ്പോൾ ഒരു ജോലിയും ഇല്ല, വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളാണെന്നൊക്കെ ഇങ്ങനെ തുറന്നു പറഞ്ഞു. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ശ്രുതിയോട് ശ്രുതി ചോദിച്ചു എവിടെ പോകാനാണ് താല്പര്യം, എവിടെയാ നമ്മുടെ ഇവിടം വിട്ട്, അതായത് ഈ ഒരു സംസ്ഥാനം വിട്ടിട്ട് എവിടെയാണ് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് ചെന്നൈ തന്നെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പം ശ്രുതിയും പറഞ്ഞു എനിക്കും ചെന്നൈ ഇഷ്ടം, പക്ഷേ എങ്കിലും കാനഡയ്ക്ക് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണെന്ന് പറഞ്ഞു. അപ്പം കാനഡയിലാണല്ലോ മറ്റേ പെണ്ണ് പോയിരിക്കുന്നത്. അപ്പം കാനഡ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് കാനഡയോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യം ഇങ്ങനെ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അതെന്താ കാനഡയ്ക്ക് എന്താ കുഴപ്പമിരിക്കുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് ശ്രുതി ഓർത്തത്, അയ്യോ ആ പെൺകുട്ടി കാനഡയിലേക്കല്ലേ പോയത്, അയ്യോ സോറി ഇനി ഞാനത് ആവർത്തിക്കില്ല കേട്ടോ, എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ, ഇനി ഏതായാലും ഞാൻ എവിടെയും പോവില്ല, എനിക്കിഷ്ടം ഇവിടെ തന്നെയാണ്, ഇന്ത്യ ചൈന അവിടെയൊക്കെ ചൈനയല്ല കേട്ടോ, സോറി ചെന്നൈ ആട്ടോ, ചൈനയല്ലേ, ചെന്നൈ ഇവിടെ വിട്ട് എങ്ങും പോവില്ല, നമ്മുടെ ഇന്ത്യ തന്നെയായിരിക്കും ഞാൻ സ്നേഹിക്കുന്നത്, നമുക്കെന്നും ഇന്ത്യ മാത്രം മതി, വന്ദേ മാതരം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതിക്ക് ചിരി വന്നു കേട്ടോ. ഏതായാലും ആ ഒരു സീനൊക്കെ കാണിക്കുന്നു. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ ഒരു ഫൈനാൻസ് കമ്പനിയിൽ ഒരാളെ കൊണ്ട് നിർത്തിയിട്ട് അയാളോട് ഷർട്ട് ഉരിക്കുന്നു, പാൻറ്റ് ഉരിക്കുന്നു, എന്നിട്ട് ഇവിടെ മാറി നിൽക്കാനൊക്കെ പറയുന്നു. അപ്പം എന്തോ കാറിൻ്റെ എങ്ങാണ്ട് ഫൈനാൻസ് പെൻഡിങ് ആയി, അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഓഫീസർ അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മുടെ സച്ചി കയറി വരുന്നത്. അപ്പോൾ സച്ചി കയറി വരുന്ന ഒന്നിനുമല്ല, തൻ്റെ കാറിൻ്റെ ബുക്കും പേപ്പറും ഒക്കെ അവിടെ പണയം വെച്ചിട്ടാണല്ലോ, പൈസയൊക്കെ എടുത്തിട്ടുണ്ട്. ബുക്ക് പേപ്പറും പണയം വെച്ചിട്ടില്ല കേട്ടോ, ഉണ്ട് ബുക്കും പേപ്പറും അങ്ങോട്ട് പണയം വെച്ചിട്ടാണ്, അതായത് CC എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ പൈസ കിട്ടുമോ എന്നറിയാൻ വേണ്ടി അവിടെ വരുന്നതാണ്. അപ്പോൾ അവിടെ വരുന്നത് വേറൊന്നിനുമല്ല, ആ പൈസ എടുത്തിട്ട് രേവതിയുടെ മാല എടുത്ത് കൊടുക്കണം. അത് തൻ്റെ ഒരു അഭിമാനത്തിൻ്റെ കാര്യം തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, താന് രേവതിയുടെ മുമ്പിൽ അപമാനിതനായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ അവിടെ വന്ന് കുറച്ച് പൈസയൊക്കെ മേടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതായത് അവരുമായിട്ടുള്ളൊരു സംഭാഷണം, അതായത് ഫൈനാൻസറുമായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു സംഭാഷണം നടത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പൈസ കിട്ടുന്നുണ്ട്, അവിടെ നിന്ന് പൈസയൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ രേവതി ഈ ഒരു കൂട്ടുകാരനെ കാണാനിടയാവുക, അതായത് നമ്മുടെ രവീന്ദ്രൻ്റെ കൂട്ടുകാരനെ. അങ്ങനെ രവീന്ദ്രൻ്റെ കൂട്ടുകാരനെ കണ്ടതും രവീന്ദ്രൻ്റെ കൂട്ടുകാരൻ രേവതിയോട് സംസാരിക്കുന്നു, വാതോരാതെ സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുക സച്ചി മോനുമായിട്ട് വഴക്കൊന്നും കൂടരുത് കേട്ടോ എന്ന് പറയുമ്പോൾ അതെന്താ അങ്കിൾ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം സച്ചി നല്ലൊരു മനുഷ്യൻ തന്നെയാണ്, അല്ല
ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടു, അങ്കിളിൻ്റെ ഭാര്യയ്ക്ക് എങ്ങനെയുണ്ട്? ആ കാര്യം മോളെ ഞാൻ പറഞ്ഞു വരുന്നത്, എന്നെ ആ ഒരു അവസ്ഥയിൽ സഹായിച്ചത് സച്ചിമോന. എൻ്റെ ഭാര്യേനെ ഹോസ്പിറ്റലിൽ കയറ്റി ബില്ലടയ്ക്കാൻ പൈസ ഇല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഇപ്പം ജീവിച്ചിരിക്കില്ലായിരുന്നു. ആ ഒരു അവസ്ഥയിൽ എന്നെ സഹായിച്ചത് ആരാണെന്നറിയാമോ? സച്ചിയ എന്നിങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് നമ്മുടെ രേവതി അന്തം വിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് പറഞ്ഞു, മോളുടെ ആ ഒരു ചെയിനില്ലേ, ആ ചെയിൻ്റെ പേരിൽ മോൾ ഒരുപാട് സച്ചിയുമായിട്ട് വഴക്കുണ്ടാക്കിയില്ലേ, ആ ചെയിൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് അവൻ കൊണ്ട് പണയം വെച്ചതെന്ന് പറഞ്ഞു. ഇത് കേട്ട് വല്ലാണ്ടങ്ങ് ഫീലായിട്ട് നിൽക്കുന്ന രേവതിയാട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ച് നാളത്തെ എപ്പിസോഡൊക്കെ തീരുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ടോ എന്നും അറിയില്ല, നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമല്ലേ. അപ്പം നാളെ ഫുൾ വിശേഷത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക. കൂടെ നമ്മളൊരു വ്ളോഗ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. വ്ളോഗ് ചെറിയ കുട്ടി വ്ളോഗ്സും ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇടുക്കിയുടെ ആ ഒരു മനോഹാരിത കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങൾക്ക് പോകാൻ കഴിയുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ, ഇടുക്കിയിലെ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പം എല്ലാ ദിവസവും ഒന്നും വ്ളോഗൊന്നും ഇടാറില്ല. ഞങ്ങൾ ട്രിപ്പ് പോകുമ്പോഴുമൊക്കെ ചെറിയ വ്ളോഗ്സും അതുപോലെ ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. എൻ്റെ വിശേഷങ്ങളും എൻ്റെ കുടുംബത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ, കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു വ്ളോഗ്സൊക്കെ തുടങ്ങാമോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ രീതിയിലൊന്ന് തുടങ്ങിയത് കേട്ടോ. അറിയത്തൊന്നുമില്ല, എങ്ങനെ പറയണം എന്നൊന്നും അറിയില്ല. നമ്മളിതുവരെ വ്ളോഗ്സ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളൊക്കെ കൂടി ചെറിയ രീതിയിൽ ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം. ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. കയറി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.